നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിലെ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണണം. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എങ്കിൽ മാത്രമേ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ക്ലാസ്സുകൾ ചെയ്യാൻ കഴിയൂ എന്നുകൂടി അറിയുകയാണ്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത്, അതായത് 2025 ജൂണിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് എന്ത് ചെയ്തു? കുറച്ചു. എത്രയായിട്ടാണ് കുറച്ചത്? നല്ലൊരു ചോദ്യമായിരിക്കും. എത്രയായിട്ടാണ് കുറച്ചത്? 5.5% കുറച്ചത് അല്ലേ? അപ്പോൾ RBI റിപ്പോ നിരക്ക് 2025 ജൂണിൽ എത്രയായി കുറച്ചു എന്ന് ചോദിച്ചാൽ 5.5% കുറച്ചു. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ഏപ്രിലിലും റിപ്പോ നിരക്ക് കുറച്ചിരുന്നു. അതിനി കാര്യമാക്കണ്ട. ഇനി നമ്മൾ പറയേണ്ട ഉത്തരവ് ഇതാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? ജൂൺ മാസത്തിൽ റിപ്പോ നിരക്ക് 5.5% കുറച്ചു അല്ലേ? എന്താണ് റിപ്പോ നിരക്ക്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര ബാങ്കിൽ നിന്ന് RBIയിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ ലോൺ എടുക്കും. ആ ലോൺ എടുക്കുമ്പോൾ വാണിജ്യ ബാങ്കുകൾ RBIക്ക് നൽകേണ്ട പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഈ റിപ്പോ നിരക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ പണപ്പെരുപ്പമുള്ള സമയത്ത്, അതായത് രാജ്യത്ത് പണലഭ്യത കൂടുതലുള്ള സമയത്ത് റിപ്പോ നിരക്ക് എപ്പോഴും RBI കൂട്ടിവയ്ക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പണപ്പെരുപ്പം വളരെ ചെറിയ തോതിലേ ഉള്ളൂ. അതായത് 4% താഴെയാണ് ഇപ്പോൾ പണപ്പെരുപ്പം. ഏതാണ്ട് ഒരു പണച്ചുരുക്കം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ RBI എന്ത് ചെയ്യുന്നു? റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ കൂടുതൽ ബാങ്കുകൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. അതുവഴി കൂടുതൽ ആൾക്കാരിലോട്ട് കാശെത്തും. വീണ്ടും ഈ പറഞ്ഞ മാർക്കറ്റിൽ പണം ഒഴുകും അല്ലേ? അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ RBI എന്ത് ചെയ്തു? റിപ്പോ നിരക്ക് കുറച്ചു. എത്രയായിട്ട്? 5.5%. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി കേൾക്കുമ്പോഴേ അറിയാം, ഒരു വന്യജീവി സങ്കേതം അല്ലേ? ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത്, അതായത് 2025 ജൂണിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഒരു വന്യജീവി സങ്കേതമാണ്. ഏതാണ്? ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി. ഇതെവിടെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ധനുഷ്കോടി. അപ്പോൾ 2025 ജൂണിൽ തമിഴ്നാട് സർക്കാർ പുതിയ ഒരു വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. ഏതാണത്? ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി. ഇതെവിടെയാണ് എന്ന് ചോദിച്ചാൽ ധനുഷ്കോടി, രാമനാഥപുരം, തമിഴ്നാട്ടിലാണ് അല്ലേ? ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ഫ്ലെമിംഗോ എന്ന് പറയുന്നത് ദേശാടന പക്ഷിയാണ് അല്ലേ? ഫ്ലെമിംഗോ എന്ന് പറയുന്ന ദേശാടന പക്ഷികളുടെ വരവുമായി ബന്ധപ്പെട്ട് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാലോ? അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ആന്ധ്രാപ്രദേശാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. അതുകൂടി അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി, നവ്യ പദ്ധതി. ആദ്യം അറിയേണ്ടത് അത് തന്നെയാണ്. നവ്യ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നവ്യ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്നാണ് അടുത്തത് അറിയേണ്ടത്. നവ്യ പദ്ധതി എന്ന് പറയുന്നത് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കൗമാരപ്രായത്തിലുള്ള
പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നവ്യ പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. സീത ആപ്ലിക്കേഷൻ. സീത ആപ്ലിക്കേഷൻ ഒരു ആപ്പാണ്. ഈ സിത ആപ്ലിക്കേഷൻ ഒരു സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ്. സിത ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്, അല്ലേ? എന്താണ് ഈ സിത ആപ്ലിക്കേഷൻ്റെ പ്രാധാന്യം? ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം, ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണം, അവരുടെ സംരംഭകത്വം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെലങ്കാന സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഏത്? സിത ആപ്ലിക്കേഷൻ. നല്ലൊരു ചോദ്യമാണ്, ചോദ്യ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചു വയ്ക്കുക. സിത ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തെലങ്കാനയുടെ കാര്യം പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു ചോദ്യം കൂടെയുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പട്ടികജാതി സംവരണത്തിൽ ഉപവർഗീകരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പട്ടികജാതി സംവരണത്തിൽ ഉപവർഗീകരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? തെലങ്കാനയാണ്. വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം, ചിലപ്പോൾ ഉണ്ടായിരിക്കും. മഞ്ഞൾ ബോർഡ്, ദേശീയ മഞ്ഞൾ ബോർഡ് ഈ അടുത്ത കാലത്ത് രൂപീകരിച്ചു. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ എവിടെ? നിസാമാബാദ്, അല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ഈ വോട്ടിംഗ് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? രാജ്യത്ത് ആദ്യമായിട്ട് ഈ വോട്ടിംഗ്, എന്താണ് ഈ വോട്ടിംഗ്? മൊബൈലിലൂടെ വോട്ട് ചെയ്യാൻ പറ്റും, മൊബൈൽ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ഈ വോട്ടിംഗ് പരീക്ഷിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ബീഹാറിൽ ഈ അടുത്ത കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ അവസരത്തിൽ ഈ പറഞ്ഞ മാർഗം പരീക്ഷിച്ചിരുന്നു. ഒരു ആപ്പ് അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യണം, മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ വോട്ടിംഗ് ഫെസിലിറ്റി. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. രാജ്യത്താദ്യമായിട്ട് ഈ വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ബീഹാറിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ട് ജാതി സെൻസസിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? അത് ബീഹാറാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. അതുപോലെ തന്നെ 2025 ബജറ്റ്, കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി മക്കാന ബോർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതിനെക്കുറിച്ച്? മക്കാന ബോർഡ്. മക്കാന ബോർഡ് എന്ന് പറയുന്നത് താമര വിത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. താമര വിത്തുകളുടെ സംരക്ഷണം, വിപണനം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മക്കാന ബോർഡ്. അപ്പോൾ ഈ മക്കാന ബോർഡ് എവിടെ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ബീഹാറിലാണ്. മക്കാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ജാതി സെൻസസിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യയിൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? ബീഹാർ. ഇപ്പോൾ ആദ്യമായിട്ട് ഈ വോട്ടിംഗ് അല്ലെ ആ ഫെസിലിറ്റി പരീക്ഷിക്കപ്പെട്ടത് എവിടെയാണ്? ബീഹാറിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഹോളാംബി കലൻ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഡൽഹിയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഹോളാംബി കലൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഹോളാംബി കലൻ, ഡൽഹി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ്, അല്ലെ? ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ നിർമ്മാർജ്ജനമൊക്കെ ലോകത്ത് തന്നെ വലിയൊരു പരിസ്ഥിതി പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ സംവിധാനം വരുന്നത്. ഈ വേസ്റ്റ് എക്കോ പാർക്ക് എവിടെയാണ് വരുന്നത്? ഡൽഹി. സ്ഥലം ഹോളാംബി കലൻ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഉമീദ് പോർട്ടൽ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉമീദ് പോർട്ടൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 2025 ഏപ്രിൽ 8
വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നു അല്ലേ? വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നത് 2025 ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 5-ന് രാഷ്ട്രപതി വഖഫ് ഭേദഗതി നിയമത്തിന് എന്ത് നൽകി? സാധുത നൽകുകയും രാജ്യത്ത് ആ നിയമം നിലവിൽ വന്നത് ഏപ്രിൽ 8-നുമാണ്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ തുടങ്ങി. ആ പോർട്ടലാണ് ഉമീദ് പോർട്ടൽ. അതായത് വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകീകൃത ജാലകം അല്ലെങ്കിൽ ഏകീകൃത പോർട്ടലാണ് ഏത്? ഉമീദ് പോർട്ടൽ. അപ്പോൾ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്, പോർട്ടലാണ് ഉമീദ് പോർട്ടൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ലോഗനാണ്, ഒരു മുദ്രാവാക്യമാണ് പൗരന്മാരുടെ ശാക്തീകരണം, എംപവർ ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ ശാക്തീകരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഴിമതി തുറന്ന് കാട്ടൽ, എക്സ്പോഷർ ഓഫ് കറപ്ഷൻ. ഈ മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൗരന്മാരുടെ ശാക്തീകരണവും അഴിമതി തുറന്ന് കാട്ടലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പുതിയ മുദ്രാവാക്യമാണ്. ഏത് പ്രസ്ഥാനത്തിൻ്റെ, ഏത് സംഘടനയുടെ, ഏത് സംവിധാനത്തിൻ്റെ എന്ന് ചോദിച്ചാൽ ലോക്പാലിൻ്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണെന്നും അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണെന്നും നിങ്ങൾക്കറിയാം. ആ ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യമാണ് പൗരന്മാരുടെ ശാക്തീകരണം, അഴിമതി തുറന്ന് കാട്ടൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക, ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2025 സസക്കാവ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അല്ലേ, നിങ്ങൾ നെറ്റ് ചുരുട്ടും എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടാവും ഇത് കേൾക്കുമ്പോൾ. 2025 സസക്കാവ പുരസ്കാരം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രയാസമോ ഒരു വല്ലായ്മയോ തോന്നുകയാണെങ്കിൽ ആദ്യം ഒരു കാര്യത്തിലോട്ട് വരാം. ഈ സസക്കാവ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന ഒരു പുരസ്കാരമാണ് സസക്കാവ പുരസ്കാരം. ഈ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലാണ്? ദുരന്ത നിവാരണ മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഏത്? സസക്കാവ പുരസ്കാരം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പുരസ്കാരമാണ്, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന പുരസ്കാരമാണ് ഏത്? സസക്കാവ പുരസ്കാരം. ഈ പുരസ്കാരത്തിൻ്റെ പ്രസക്തി എന്താണ്? 2025 ഐക്യരാഷ്ട്ര സംഘടനയുടെ സസക്കാവ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ തലവനാണ്. ആർക്ക് എന്ന് ചോദിച്ചാൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപത്ര. അപ്പോൾ 2025 ഐക്യരാഷ്ട്ര സംഘടനയുടെ സസക്കാവ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ തലവനാണ്. ആർക്ക് എന്ന് ചോദിച്ചാൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപത്രയ്ക്കാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, നല്ലൊരു പോയിൻ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം 2025 ജൂൺ 6 ചെനാബ് പാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അല്ലേ? 2025 ജൂൺ 6 ചെനാബ് പാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അല്ലേ? നിങ്ങൾ ആ ചെനാബ് പാലത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നതൊക്കെ നിങ്ങൾ വിഷ്വലായിട്ട് കണ്ടിട്ടുണ്ടാവും, വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ ശ്രദ്ധ ആകർഷിച്ച ഈ പറഞ്ഞ ഒരു പാലമാണ് ഏത്? ചെനാബ് പാലം. നേരത്തെ തന്നെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് ചെനാബ്. ആ ചെനാബിന് കുറുകെ പണിതിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലമാണ് ഏത്? ചെനാബ് പാലം അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ചെനാബ് പാലം. ആ ചെനാബ് പാലം 2025 ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിതയുണ്ട്. ഈ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു എഞ്ചിനീയർ ഉണ്ട്, ഒരു വനിതാ എഞ്ചിനീയർ. ആരാണ് എന്ന് ചോദിച്ചാൽ ജി മാധവി ലത.
ഈ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഈ വനിതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ചെനാബ് പാലം 2025 ജൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചെനാബ് പാലം, ആ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഒരുപാട് സഹായങ്ങൾ നൽകിയ, ഗണ്യമായ സംഭാവനകൾ നൽകിയ വനിതയായിട്ടുള്ള എഞ്ചിനീയർ ആര്, വനിതാ എഞ്ചിനീയർ ആര് എന്ന് ചോദിച്ചാൽ ജി മാധവി ലതയാണ്. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ വന്ദേ ഭാരതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒരു കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പിതാവ്, വന്ദേ ഭാരത് ട്രെയിനുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഞ്ചിനീയർ ആരാണ്? മാധവി ലതയും എന്താണ്, ഒരു എഞ്ചിനീയറാണ്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഞ്ചിനീയർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സുധാംശു മണി. ആരാണ്? സുധാംശു മണി. അപ്പോൾ ഈ രണ്ട് പേരുകളും ഒന്ന് ഓർത്ത് വയ്ക്കുക, പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ജൂൺ 6 തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മറ്റൊരു പാലം, കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം. ആ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലമാണ്. കേബിൾ സ്റ്റേയ്ഡ് പാലം എന്നല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം. കേബിൾ സ്റ്റേയ്ഡ് ആയിട്ടുള്ള ഒരുപാട് പാലങ്ങൾ, കേബിളുകളാൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരുപാട് പാലങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചിഗഡ് പാലമാണ്. ഏതാണ്? അഞ്ചിഗഡ് പാലം. ഞാൻ നേരത്തെ പറഞ്ഞു ചെനാബ് നദി, ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് പാലം എന്ന് പറഞ്ഞു. ആ ചെനാബ് നദിക്ക് കുറുകെയുള്ള മറ്റൊരു പാലം തന്നെയാണ് ഏതും ഈ പറഞ്ഞ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം, അഞ്ചിഗഡ് പാലവും. കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ, വ്യക്തമായിട്ട് പറഞ്ഞാൽ, ചെനാബ് നദിക്കൊരു പോഷക നദിയുണ്ട്, അഞ്ചി നദി. ആ അഞ്ചി നദിക്ക് കുറുകെയാണ് ഏത്? അഞ്ചിഗഡ് പാലം. അപ്പോൾ ഈ രണ്ട് പാലവും ഒരേ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ പാലത്തിൽ കൂടിയാണ് ഏത് കടന്നു പോകുന്നത്? കാശ്മീരിലോട്ട് ഏത് കടന്നു പോകുന്നത്? വന്ദേ ഭാരത് ട്രെയിന് കടന്നു പോകുന്നത്. ജമ്മു കാശ്മീരിലാണ്, റിയാസി ജില്ലയിലാണ് ഈ പറഞ്ഞ രണ്ട് പാലങ്ങളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്, ജൂൺ 21. അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 21 അല്ലേ? അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്ത് ആ യോഗ നടന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. അതായത് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നേതൃത്വത്തിൽ യോഗ ദിനം ആചരിക്കപ്പെട്ടത് എവിടെ വച്ച് എന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്, ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21, 2025 അന്താരാഷ്ട്ര യോഗ ദിനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്ത് വെച്ചാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഞാൻ പന്തായം വയ്ക്കാം, ഈ ചോദ്യം വരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലേ? നമ്മൾ ലിംഗസമത്വത്തെക്കുറിച്ച് പറയും, അതിനകത്തുള്ള അന്തരം സൂചിപ്പിക്കുന്ന ഒരു സൂചികയാണ് വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ആരാണ് എന്നുകൂടി അറിഞ്ഞു വെച്ചേക്കണം. വേൾഡ് എക്കണോമിക് ഫോറം. ആരാണ്? വേൾഡ് എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറമാണ് വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 131. അപ്പോൾ 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആര് തയ്യാറാക്കുന്ന? ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കുന്ന 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 131 എന്ന് പറയുമ്പോൾ 148 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിറകിലാണ്, 131ാമതാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കണം. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ലോക സാമ്പത്തിക ഫോറമാണ് എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. 2025 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്ര? അതനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 130. അതേസമയം വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 131. അതുപോലെ ലോക മാധ്യമ സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്ര? 151. നേരത്തെ പഠിച്ചതാണ് 151. ശ്രദ്ധിച്ചു വെക്കണം. ഇങ്ങനെയുള്ള സൂചികകൾ കുറച്ച് ഇനിയും വരും. അതെല്ലാം കൂടെ ചേർത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ആശാओ की उड़ान ഒരു കൃതിയാണ്. ആശാओ की उड़ान ഒരു കൃതി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുസ്തകം, സമാഹാരം, ഒരാളുടെ പ്രസംഗങ്ങളുടെ സമാഹാരം. ഏതാണ്ട് 50ഓളം വരുന്ന പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം ആശാओ की उड़ान. ഈ പുസ്തകം ഏത് ദേശീയ നേതാവിൻ്റെ പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ആശാओ की उड़ान എന്ന് പറയുന്ന പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഈ പറഞ്ഞ പ്രഭാഷണ പരമ്പരകളുടെ സമാഹാരമാണ്. ഏത്? ആശാओ की उड़ान. അല്ലേ? നല്ലൊരു പോയിൻ്റാണ്, ശ്രദ്ധിച്ചു വെക്കണം. ആശാओ की उड़ान ദ്രൗപദി മുർമുവിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരം, കൃതി. അല്ലേ? ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകത്തിലോട്ട് വരാം. ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ക്രിക്കറ്റ് താരത്തിൻ്റെ പുസ്തകമാണ്. അല്ലേ? ക്രിക്കറ്റ് താരത്തിൻ്റെ പുസ്തകം കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകളാണ്. ഇന്ത്യയിലെ ഏത് പ്രസിദ്ധ ക്രിക്കറ്റ് താരത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന് ചോദിച്ചാൽ ശിഖർ ധവാൻ എന്ന ക്രിക്കറ്റ് താരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം. ആരുടെ? ശിഖർ ധവാൻ. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഒരുപാട് വന്നതാണ്, ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ഇത് എന്താണ്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് സീരീസ്. ആ സീരീസിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന പുരസ്കാരം, അതിനാരുടെ പേര് കൊടുത്തു? ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന് നാമകരണം നടത്തി. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ട്രോഫി എന്ന് പറയുന്നത്. ആൻഡേഴ്സൺ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് താരമാണ്, ഫാസ്റ്റ് ബൗളറാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഫാസ്റ്റ് ബൗളർ, 700 അടുപ്പിച്ച് വിക്കറ്റുകൾ ആര് നേടിയിട്ടുണ്ട്? ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിക്കറ്റർ നേടിയിട്ടുണ്ട്. ഫാസ്റ്റ് ബൗളറാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് മുത്തയ്യ മുരളീധരനാണ്. അയാളൊരു സ്പിന്നറാണ്, ഫാസ്റ്റ് ബൗളറല്ല, സ്പിന്നറാണ്. 800 വിക്കറ്റ്. അല്ലേ? അതേസമയം 700ഓളം വിക്കറ്റുകൾ നേടിയ ജെയിംസ് ആൻഡേഴ്സൺ ഫാസ്റ്റ് ബൗളറാണ്. അപ്പോൾ ആ പറഞ്ഞ ജെയിംസ് ആൻഡേഴ്സൻ്റെ പേരിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം ടെണ്ടുൽക്കറിൻ്റെ പേരിൽ ഉള്ള ഈ പറഞ്ഞ ഒരു ടെസ്റ്റ് സീരീസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ്. നേരത്തെ വേറൊരു ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു, ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നാണ് അതിനെ പറയുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ സീരീസാണത്? അത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. അലൻ ബോർഡർ എന്ന് പറയുന്നത് പഴയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനാണ്, അലൻ ബോർഡർ. ബോർഡർ ഗവാസ്കർ ട്രോഫി അത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 18ാമത് പുരുഷ IPL കിരീടം നേടിയത് ഏത് ടീമാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. അല്ലേ?
18ാമത് പുരുഷ IPL കിരീടം 2025 പുരുഷ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. പുരുഷ എന്ന് എടുത്തു പറയണം. വനിതാ IPL കിരീടവും പരീക്ഷയ്ക്ക് ചോദിക്കും. വനിതാ IPL കിരീടം 2025 കിട്ടിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. 2025 വനിതാ IPL കിരീടം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? മുംബൈ ഇന്ത്യൻസിനാണ്. 2024 വനിതാ IPL കിരീടം കിട്ടിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ്. അതായത് പുരുഷന്മാർക്ക് കിട്ടുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഈ പറഞ്ഞ IPL ട്രോഫി വനിതകൾക്ക് കിട്ടി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വനിതകൾക്ക് കിട്ടി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. 2024 IPL വനിതാ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ളത് 2025 IPL വനിതാ ട്രോഫി ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? അത് മുംബൈ ഇന്ത്യൻസിനാണ്. ഇവിടെ ഇപ്പോൾ ചോദ്യം അതല്ല. 18ാമത് പുരുഷ IPL കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് അല്ലേ. 18 എന്ന് പറയുന്ന ജേഴ്സി നമ്പർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലോട്ട് വരുന്നത് വിരാട് കോഹ്ലിയാണ് അല്ലേ. വിരാട് കോഹ്ലിയുടെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അതിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആയിരുന്നില്ല, രജത് പട്ടിദാർ എന്ന് പറയുന്ന ആളായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കിരീടം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വിരാട് കോഹ്ലി നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റൻ അല്ല, അതിനകത്തുള്ള കളിക്കാരൻ മാത്രമാണ്. ആര്? വിരാട് കോഹ്ലി അല്ലേ. അപ്പോൾ 18ാമത് പുരുഷ IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്ലെയർ ഓഫ് ദി സീസൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ടൂർണമെൻറ്റിൽ 18ാമത് IPL ടൂർണമെൻറ്റ് അതിൽ പ്ലെയർ ഓഫ് ദി സീസൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അല്ലെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ രണ്ടിനും ഒരൊറ്റ ഉത്തരമാണ് സായി സുദർശൻ. ആർക്കാണ്? സായി സുദർശൻ. പ്ലെയർ ഓഫ് ദി സീസൺ സായി സുദർശൻ. ഓറഞ്ച് ക്യാപ്പ് നൽകുന്ന ആർക്കാണ്? ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് ഓറഞ്ച് ക്യാപ്പ് നൽകുന്നത്, സായി സുദർശൻ. ആ സായി സുദർശൻ ഏത് ടീമിലെ അംഗമാണ്? ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമിലെ അംഗമാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ അംഗമാണ്, അല്ലെങ്കിൽ അതിലെ കളിക്കാരനാണ് ആര്? സായി സുദർശൻ. ഇനി അത് കഴിഞ്ഞിട്ട് പർപ്പിൾ ക്യാപ്പ് ഈ ടൂർണമെൻറ്റിൽ IPL 18ാമത്തെ എഡിഷൻ ടൂർണമെൻറ്റിൽ പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് ആർക്ക്? പർപ്പിൾ ക്യാപ്പ് എന്തിനാണ് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഏത്? പർപ്പിൾ ക്യാപ്പ് അല്ലേ. അത് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ പ്രസിദ്ധ കൃഷ്ണ എന്ന് പറയുന്ന ബൗളർക്കാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബൗളറാണ് ആരും? പ്രസിദ്ധ കൃഷ്ണ. അപ്പോൾ ഈ പറഞ്ഞ ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ഒക്കെ ഗുജറാത്ത് ടൈറ്റൻസിനാണ് കിട്ടിയിരിക്കുന്നത്. പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കളിക്കാരനാണ് സായി സുദർശൻ. ഓറഞ്ച് ക്യാപ്പ് സായി സുദർശൻ, പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ കൃഷ്ണ. ശരി, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? 2025 ജൂണിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? എന്താണ് ICC ഹാൾ ഓഫ് ഫെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിക്കറ്റിന് നൽകിയ സംഭാവന, അതിനകത്തുള്ള ടാലൻറ്റ്, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ICC അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഏത്? ICC ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെട്ട 2025 ജൂണിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ ആരെന്ന് ചോദിച്ചാൽ അത് MS ധോണിയാണ്. ആരാണ്? MS ധോണി. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകത്തിലോട്ട് വരാം. എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ ഒരു കൃതിയാണ്. അതൊരു മുൻ പ്രധാനമന്ത്രി എഴുതിയ കൃതിയാണ്. മുൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി എഴുതിയ കൃതിയാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ. ഈ പറഞ്ഞ പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജസീന്ത അർഡേൻ ആണ്. ജസീന്ത അർഡേൻ വളരെ പ്രസിദ്ധി ആർജിച്ച ന്യൂസിലാൻഡിലെ മുൻ വനിതാ പ്രധാനമന്ത്രിയാണ്. ആര്? ജസീന്ത അർഡേൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന കൃതി രചിച്ച മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി ജസീന്ത അർഡേൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം എന്ന ബുദ്ധിസ്റ്റ് ഉത്സവം നടക്കുന്നത് ഏത് രാജ്യത്താണ്? പോസൺ പോയ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിലാണ്.
പോസൺ പോയ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ. ശ്രീലങ്കയിലോട്ട് ബുദ്ധമതം കടന്നു വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തപ്പെടുന്ന ഉത്സവം പോസൺ പോയ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ. ഏത് രാജ്യത്താണ് നടക്കുന്നത്? ശ്രീലങ്ക അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം, ശ്രീലങ്കൻ പാർലമെൻറ്റ് ഒരു മലയാള സിനിമാ താരത്തെ 2025 ജൂണിൽ ആദരിച്ചു. ആരെയാണ്? മോഹൻലാലിനെയാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ലീ ജെ മ്യൂങ് ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്? ലീ ജെ മ്യൂങ് ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റാണ് ലീ ജെ മ്യൂങ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റാണ് ലീ ജെ മ്യൂങ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡൻ്റാണ് യുൻ സുക് യോൾ. ഇയാൾ ഇംപീച്ച് ചെയ്യപ്പെട്ടു. ദക്ഷിണ കൊറിയയിൽ ഈ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ 2025 ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യുൻ സുക് യോൾ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനെ തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ ലീ ജെ മ്യൂങ് ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി. അപ്പോൾ ലീ ജെ മ്യൂങ് ആണ് നിലവിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് യുൻ സുക് യോൾ ആണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം കൊടുത്ത രാജ്യം അല്ലെ. പരിസ്ഥിതി ദിനം ജൂൺ 5 എന്ന് നമുക്ക് അറിയാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് നേതൃത്വം കൊടുത്ത ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ദക്ഷിണ കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനാചരണം, അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ജൂൺ 7. ഒരു പ്രമേയം, ആ ഒരു തീം കൂടെ ഓർത്ത് വയ്ക്കണം. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ 2025 അതിലെന്ത് പ്രമേയം. അപ്പോൾ അത് ജൂൺ 7. ഇനി അത് കഴിഞ്ഞിട്ട് ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. എന്താണ് ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം? 2025 കാര്യമാണ് ഈ പറയുന്നത്. 2025 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിനിങ് അസ് എന്നുള്ളതാണ്. സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ്. നമ്മളെ നിലനിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ളതിനെ നമുക്ക് സുസ്ഥിരപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ് 2025 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. ജൂൺ 8. അപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനം നിങ്ങൾക്കറിയാം. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ജൂൺ 8 എന്ന് പറയുന്നത് ലോക സമുദ്ര ദിനം. ഇനി അത് കഴിഞ്ഞിട്ട് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ജൂൺ 12. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂൺ 12 അല്ലേ. അതിനൊരു തീമുണ്ട്. അതായത് 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ തീം പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദർ ഈസ് മോർ ടു ഡു അല്ലേ. പുരോഗമനമുണ്ട്, പക്ഷെ കുറേ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ബാലവേല നീക്കം ചെയ്യുന്നതിൽ ഒരുപാട് കാര്യത്തിൽ നമുക്ക് പുരോഗമനം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്നുള്ളതാണ് 2025 ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. ജൂൺ 12. ഇനി അത് കഴിഞ്ഞിട്ട് ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ജൂൺ 14. ജൂൺ 14. ജൂൺ 5 എന്താണ്? പരിസ്ഥിതി ദിനം. ജൂൺ 7 എന്താണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ജൂൺ 8 എന്താണ്? ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 14 എന്താണ്? ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് ഒരു നോബൽ സമ്മാന ജേതാവിൻ്റെ ജന്മദിനത്തെയാണ്.
ഒരു നോബൽ സമ്മാന ജേതാവിൻ്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കപ്പെടുന്നത്? രക്തദാന ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. ആരുടെ എന്ന് ചോദിച്ചാലോ? കാൾ ലാൻഡ്സ്റ്റൈനറുടെ. ആരുടെ? കാൾ ലാൻഡ്സ്റ്റൈനർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇയാളെ പരിചയം കാണും. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? കാൾ ലാൻഡ്സ്റ്റൈനർ. അപ്പോൾ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനം, അതായത് ജൂൺ 14 ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഓപ്പറേഷൻ സിന്ധു? എന്താണ് ഓപ്പറേഷൻ സിന്ധു? നമുക്കറിയാം, ഇറാനും ഇസ്രായേലുമായിട്ട് ഒരുപാട് സംഘർഷം ഈ അടുത്ത കാലത്ത് ഉണ്ടായി. ഭാഗ്യത്തിന് അത് അങ്ങ് പെട്ടെന്ന് കെട്ടടങ്ങി, അല്ലേ? അപ്പോൾ ഓപ്പറേഷൻ സിന്ധു, അങ്ങനെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത്, സംഘർഷം നടന്ന സമയത്ത് ഇറാനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ സർക്കാരിൻ്റെ ദൗത്യം, ആ ദൗത്യത്തിന് കൊടുത്തിരുന്ന പേരായിരുന്നു ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ ഇറാനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു, അല്ലേ? എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനിക നടപടി. ഇസ്രായേലിൻ്റെ സൈനിക നടപടി ആർക്കെതിരെയുള്ള? ഇറാനെതിരെയുള്ള സൈനിക നടപടി, അല്ലേ? ഇറാന് അണുവായുധം ഉണ്ടാക്കുന്നു, ആ അണുവായുധം ഇസ്രായേലിന് ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചത്, അല്ലേ? ആ സൈനിക നടപടിക്ക് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്? എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ സൈനിക നടപടിക്ക് എതിരെയുള്ള മറുപടി, ഇറാൻ്റെ മറുപടിയായിട്ടുള്ള സൈനിക ദൗത്യം ഓപ്പറേഷൻ, അതിന് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. എന്താണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ത് ചെയ്തു? ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. അതിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ, അല്ലേ? ഈ പറഞ്ഞ ബങ്കറുകൾ പൊളിച്ച് അകത്ത് ചെന്ന് ആണവ നിലയങ്ങളെ തകർക്കാനുള്ള ബോംബൊക്കെയാണ് അമേരിക്ക ഇട്ടത്. അപ്പോൾ ആ പറഞ്ഞ ഓപ്പറേഷൻ കൊടുത്ത പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അത് അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് കൊടുത്തിരുന്ന പേരാണ്. അവിടെ ഒരു ആണവ നിലയം ശ്രദ്ധിച്ചു വെക്കണം. ഫോർദോ ആണവ നിലയം, നദാൻസ് ആണവ നിലയം, ഇതൊക്കെ എവിടെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫോർദോ ആണവ നിലയം, നദാൻസ് ആണവ നിലയം, ഈ ആണവ നിലയങ്ങളിലൊക്കെ അമേരിക്ക എന്ത് ചെയ്തു? ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇറാനിലാണ്. ഫോർദോ അതുപോലെ നദാൻസ് ആണവ നിലയങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറാനിലാണ്. ശ്രദ്ധിച്ച് വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 നാറ്റോ ഉച്ചകോടി നടന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വേദി, 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഹേഗിലായിരുന്നു. ഹേഗ് നമുക്കറിയാം, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലാൻഡിലാണ്, ഹോളണ്ടിലാണ്, അല്ലേ? അപ്പോൾ 2025 നാറ്റോയുടെ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ഹേഗി വെച്ചിട്ടാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നാറ്റോ എന്ന് പറയുന്നത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സൈനിക സഖ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരുപാട് സൈനിക സഖ്യങ്ങളുണ്ടായി. നാറ്റോ, സീറ്റോ, സെൻറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളെല്ലാം അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന സൈനിക സഖ്യമാണ്. അതേസമയം വാൾസ സഖ്യം എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നത് റഷ്യയാണ്. അപ്പോൾ ഇവിടെ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം രൂപീകരിക്കപ്പെട്ടത് 1949 അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് കൂടി അറിഞ്ഞു വയ്ക്കണം. ബ്രസൽസ് ആണ്, അല്ലേ? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസിലാണ്. ഇനി ഈ പറഞ്ഞ നാറ്റോയിൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 32 അംഗങ്ങളുണ്ട്. ഈ അടുത്ത കാലത്താണ് പുതിയൊരു അതിന് അംഗത്വം കൊടുത്തത്. അത് ഏത് രാജ്യത്തിനാണ് എന്ന് ചോദിച്ചാൽ സ്വീഡനിലാണ്. അതായത് രാജ്യം സ്വീഡൻ. അപ്പോൾ നാറ്റോയിൽ 32ാമത്തെ അംഗമായിട്ട് എത്തിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്, നാറ്റോ, അല്ലേ? ഇവിടെ ഇപ്പോൾ ചോദ്യം എന്താണ്? 2025 നാറ്റോ ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ഹേഗ്, അല്ലേ? ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 2025 51ാമത് G7 ഉച്ചകോടി. 2025 51ാമത് G7 ഉച്ചകോടി
ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ചില രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഉച്ചകോടിയാണ് G7 ഉച്ചകോടി. ആ G7 ഗ്രൂപ്പിൽ നമ്മളില്ല, ഇന്ത്യ ഇല്ല. പക്ഷേ ഈ G7 ഉച്ചകോടിയിലോട്ട് പലപ്പോഴും നമ്മളെ ഇന്ത്യയെ പ്രത്യേക ക്ഷണിതാവായിട്ട് വിളിക്കും. ഇത്തവണയും വിളിച്ചു. ഈ ഉച്ചകോടി ഇത്തവണ നടന്നത് എവിടെ വെച്ചാണ്? കാനഡയിൽ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ 2025 51ാമത് G7 ഉച്ചകോടി, അതിൻ്റെ വേദി ഏത് രാജ്യമായിരുന്നു? കാനഡയായിരുന്നു. G7 മെമ്പറാണ് കാനഡ. വേറൊരു രാജ്യമുണ്ട് USA. ഇത് രണ്ടും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ്, കാനഡയും അമേരിക്കയും, അല്ലേ? രണ്ട് രാജ്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് UK, അതായത് ബ്രിട്ടൻ ഉണ്ടെങ്കിൽ ഫ്രാൻസ് ഉണ്ട്, ഫ്രാൻസ് ഉണ്ടെങ്കിൽ ജർമ്മനി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റലി, അല്ലേ? ഇറ്റലി. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? UK, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ്, പിന്നെ അത് കഴിഞ്ഞ് ജർമ്മനി, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏതാണ്? ഇറ്റലി, അല്ലേ? അതിൻ്റെ കൂട്ടത്തിലാണ് ഏതും വരുന്നത്? കാനഡയും, പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കൻ ഐക്യനാടുകൾ USA വരുന്നത്. അപ്പോൾ 6 രാജ്യങ്ങളായി. പിന്നെ ഒരു ഏഷ്യൻ രാജ്യം കൂടിയുണ്ട്, ഏതാണ്? ജപ്പാൻ. അപ്പോൾ G7 രാജ്യങ്ങൾ 7 രാജ്യങ്ങൾ. ആ 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA ഉണ്ട്, കാനഡയുണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാനുണ്ട്. ഇന്ത്യ അംഗമാണോ? അല്ല. അപ്പോൾ അതിൻ്റെ ഉച്ചകോടി നടന്നത് എവിടെ? അത് കാനഡയിൽ വെച്ചിട്ടാണ്, അല്ലേ? കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണിയാണ്. കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടത് തന്നെയാണ്. മാർക്ക് കാർണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ഇനി അത് കഴിഞ്ഞിട്ട് കാനഡയുടെ മന്ത്രിസഭയിൽ, മാർക്ക് കാർണി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായിട്ടിരിക്കുന്നത് ഒരു വനിതയാണ്. ആ വനിത ഇന്ത്യൻ വംശജയാണ്. ആരെന്ന് ചോദിച്ചാൽ അനിത ആനന്ദ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കാനഡയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജ ആര് എന്ന് ചോദിച്ചാൽ അനിത ആനന്ദ്. മാർക്ക് കാർണി മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയാണ്. അതോടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്ക. അവർ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്, അല്ലേ? അപ്പോൾ 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം അല്ലെങ്കിൽ ടീം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഉസ് ചെസ് ടൂർണമെൻറ്റ്, അല്ലേ? 2025 ഉസ് ചെസ് ടൂർണമെൻറ്റ് ജേതാവായത് ആര്? അതൊരു ഇന്ത്യക്കാരനാണ്. ആരെന്ന് ചോദിച്ചാൽ പ്രജ്ഞാനന്ദ. ഉസ് ചെസ് ടൂർണമെൻറ്റ്, അതായത് ഉസ് എന്ന് പറഞ്ഞാൽ UZ, ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഒരു ചെസ് ടൂർണമെൻറ്റ്, വളരെ പ്രസിദ്ധമായുള്ള ഒരു ചെസ് ടൂർണമെൻറ്റ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഉസ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിയായത് ഒരു ഇന്ത്യക്കാരനാണ്. ആരെന്ന് ചോദിച്ചാൽ പ്രജ്ഞാനന്ദയാണ്. ഇന്ത്യൻ ചെസ് താരങ്ങളിൽ 1ാം റാങ്കിൽ ഇപ്പോൾ ഉള്ള ചെസ് താരമാണ് ആര്? പ്രജ്ഞാനന്ദ. ഡി ഗുകേഷ് അല്ല. നിലവിൽ ഇന്ത്യയിലെ ചെസ് താരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത്, അതായത് റാങ്ക് 1ലുള്ളത് ആരെന്ന് ചോദിച്ചാൽ പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ ആ പ്രജ്ഞാനന്ദയാണ് 2025 ഉസ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിയായത്. അതേസമയം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നോർവേ ചെസ് ടൂർണമെൻറ്റ്. 2025 നോർവേയിൽ വെച്ച് നടന്ന ഒരു ടൂർണമെൻ്റ് ഉണ്ട്, നോർവേ ചെസ് ടൂർണമെൻറ്റ്. അതിലെ വിജയി ആരെന്ന് ചോദിച്ചാൽ മാഗ്നസ് കാൾസൺ ആണ്. സ്പെയിനിൻ്റെ മാഗ്നസ് കാൾസൺ ആണ് 2025 നോർവേ ചെസ് ടൂർണമെൻറ്റിലെ വിജയി. അതിൽ 3ാം സ്ഥാനത്തായിരുന്നു ആര്? ഡി ഗുകേഷ്. 3ാം സ്ഥാനത്തായിരുന്നു ആര്? ഡി ഗുകേഷ്. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ 6ാം ഗെയിമിൽ മാഗ്നസ് കാൾസൺ ആര് തോൽപ്പിച്ചിരുന്നു? ഡി ഗുകേഷ് തോൽപ്പിച്ചിരുന്നു. മാഗ്നസ് കാൾസൺ അറിയാലോ, സ്പെയിനിൻ്റെ മാഗ്നസ് കാൾസൺ 5 തവണ ചെസ് ലോക ചാമ്പ്യനായിരുന്ന ആളാണ് മാഗ്നസ് കാൾസൺ. അദ്ദേഹത്തെ ഇയാൾ തോൽപ്പിച്ചു. ആരെ? ഡി ഗുകേഷ് 6ാം ഗെയിമിൽ തോൽപ്പിച്ചുവെങ്കിലും പോയിന്റ് മൊത്തത്തിൽ നോക്കിയപ്പോൾ 1ാം സ്ഥാനത്ത് ആരായിരുന്നു? മാഗ്നസ് കാൾസൺ ആയിരുന്നു. നോർവേ ചെസ് ടൂർണമെൻറ്റ് അയാൾ ജയിച്ചു. അതേസമയം ഡി ഗുകേഷിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. 2024 ഡിസംബറിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്, ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്, അതിൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ ആര്? ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ടൂർണമെൻറ്റ് ജയിച്ചത്, ചെസ് ചാമ്പ്യനായത്, ലോക ചെസ് ചാമ്പ്യനായത് ആരാണ്? ഡി ഗുകേഷ് ആണ്. ഈ ചെറിയ പ്രായത്തിൽ ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള മറ്റൊരാളും ഇല്ല, ഡി ഗുകേഷ്, അല്ലേ? അതിനുശേഷം ഈ മാഗ്നസ് കാൾസനെ ഇപ്പോൾ 2ാമത്തെ തവണയാണ് ആര് തോൽപ്പിക്കുന്നത്? ഡി ഗുകേഷ് തോൽപ്പിക്കുന്നത്. അതൊക്കെ ഒന്ന് അറിഞ്ഞ് വയ്ക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഫ്രഞ്ച് ഓപ്പൺ കിരീടം പുരുഷ വിഭാഗം ജേതാവാര് എന്ന് ചോദിച്ചാൽ കാർലോസ് അൽക്കാരസ് ആണ്. 2025 ഫ്രഞ്ച് ഓപ്പൺ കിരീടം പുരുഷ കിരീടം ജേതാവാരാണ്? കാർലോസ് അൽക്കാരസ്. അതേസമയം വനിതാ വിഭാഗം കിരീടം നേടിയ താരം ചോദിച്ചാൽ കൊക്കോ ഗോഫ് ആണ്. USA കൊക്കോ ഗോഫ് ആണ്. കാർലോസ് അൽക്കാരസ് സ്പെയിൻകാരനാണ്. മാഗ്നസ് കാൾസൺ എവിടുത്തുകാരനെന്ന് പറഞ്ഞു? സ്പെയിൻകാരനാണ് അല്ലേ. അതുപോലെ 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ താരം ചോദിച്ചാൽ സ്പെയിൻ്റെ കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ കിരീടം അല്ലെ, ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം നേടിയ താരം ചോദിച്ചാൽ USA കൊക്കോ ഗോഫ് ആണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഇതിപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ്. ടെന്നീസിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളാണുള്ളത്. നിങ്ങൾക്കറിയാം, ഒന്ന് ഫ്രഞ്ച് ഓപ്പൺ ആണ്, വേറൊന്ന് വിംബിൾട്ടൺ ആണ്, വേറൊന്ന് US ഓപ്പൺ ആണ്, വേറൊന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് അല്ലേ. 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്. അതിൽ കളിമൺ കോർട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഓപ്പൺ ആണ്. അതിൽ പുൽക്കോർട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് ഏതാണ്? അത് വിംബിൾട്ടൺ ആണ്. വിംബിൾട്ടൺ മത്സരമൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പുൽക്കോർട്ടിലാണ് നടക്കുന്നത്. അതേസമയം ഫ്രഞ്ച് ഓപ്പൺ മത്സരം കാണുമ്പോൾ അറിയാം, ചുവന്ന മണ്ണിലാണ് കളിക്കുന്നത്. അത് ക്ലേ കോർട്ടിലാണ്, കളിമൺ കോർട്ടിലാണെന്ന് പറയും. US ഓസ്ട്രേലിയ ഓപ്പൺ ഒക്കെ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണെന്ന് പറയും. അതൊക്കെ പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 2025 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട്, ഈ ക്ലാസ് ഉൾപ്പെടെ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഈ ചാനലിനെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.